ഇന്ന് ചോറ് നല്ല സാമ്പാറും ചെമ്മീൻ ഫ്രൈ ആണ്. ചെമ്മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല കിടാൻ ചെമ്മീൻ ഫ്രൈ. അപ്പോൾ അതിനിടയിൽ ഞാൻ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 2-3 വിസിൽ വരെ അവിടെ വെന്ത് പോവട്ടെ. അങ്ങനെ നമ്മൾ പച്ചക്കറി എടുക്കുമ്പോൾ നമ്മൾ സാമ്പാറിന് പച്ചക്കറി ഓൾറെഡി റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മതി. അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നല്ല പുളി എടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് കയ്യിൽ വരട്ടെ. എന്നിട്ട് ആ പുളി വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് പുളി വെള്ളം നമുക്ക് ആക്കി വെക്കാം. അപ്പോൾ അതിനിടയിൽ ഞാൻ പച്ചമുളക് മുറിച്ച് ഇതൊക്കെ എടുത്ത് നമ്മൾ വെന്ത് വന്ന പരിപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി ഇടും, കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിയാണ് എടുത്തത്. ഇഡ്ഡലീൻ്റെ മാവുണ്ടല്ലോ, അത് ഓൾറെഡി നമ്മൾ പാക്ക് വാങ്ങിയതാണ്. എല്ലാം ഫ്രീ പണിയാണ്, കുറച്ച് സമയം ലാഭിക്കണമല്ലോ. അങ്ങനെ ഇഡ്ഡലീൻ്റെ മാവ് വാങ്ങിയിട്ട് അതാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൽ നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കഥ പറയാം. തിന്നട്ടെ. ഓ, ഏതാ സാമ്പാർ എന്നറിയോ? സാമ്പാർ കിഡിലനായിരുന്നു. അപ്പോൾ ചെമ്മീൻ ഫ്രൈയും ഞാൻ ആ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് പൊരിച്ച് വന്നിട്ട് ഇനി നമ്മൾ ലഞ്ച് ബോക്സ് റെഡിയായി. ബൈ.